ഇന്നത്തെ വീഡിയോ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ആണ്. അതിൻ്റെ എൻട്രൻസിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബാക്കി കാര്യങ്ങൾ വഴിയേ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളൊന്നും കയറ്റി ഇവിടുന്ന് കാണുന്നില്ല. പോകാൻ പറ്റൂലേ? പറ്റും കേട്ടോ, വണ്ടികൾ കയറി പോകുന്നുണ്ട്. കണ്ണൂർ 34 കിലോമീറ്റർ, മംഗലാപുരം 176, മുംബൈ 1069 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈപ്പാസിലോട്ട് കയറുകയാണ് കേട്ടോ. മാഹി കണ്ണൂർ ബൈപ്പാസാണ്. ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം 11-ാം തീയതിയാണ് കഴിഞ്ഞത് കേട്ടോ. മിനിഞ്ഞാന്ന് 2 ദിവസം ആയിട്ടേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. ഞാനിപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ബൈപ്പാസിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ അഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ബൈപ്പാസിലേക്ക് നമുക്ക് കയറാൻ പറ്റുക. അത് മുഴപ്പിലങ്ങാട് വരെ ഈ ബൈപ്പാസ് വഴി പോകാം. മുഴപ്പിലങ്ങാടാണ് ബൈപ്പാസ് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ഗവർണർ എല്ലാവരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാനല്ല, അത് പിന്നെ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇതൊരു 45 മീറ്ററിലുള്ള ഒരു 6 വരി പാതയാണ് കേട്ടോ. അതിൻ്റേതായ ഒരുപാട് പോരായ്മകൾ ഈ റോഡിന് ഉണ്ടാകും. NH അതോറിറ്റിയുടെ കണക്കനുസരിച്ച് 60 മീറ്ററിലാണ് 6 വരി പാത ഉണ്ടാക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് 6 വരി പാത 45 മീറ്ററിൽ ഒതുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 45 മീറ്ററിൽ 6 വരി പാത ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അത് ഞാനൊരൊന്നായിട്ട് പറഞ്ഞുതരാം. ഇതിനടിയിലെ കൂടെയാന്ന് തോന്നുന്നു മറ്റേ റെയിൽവേ ലൈൻ പോകുന്നത്. നമ്മൾ 60 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. 9:02 നമ്മൾ റോഡിലോട്ട് കയറിയത്. എത്ര ടൈം കൊണ്ട് നമ്മൾ മുഴപ്പിലങ്ങാട് എത്തും നമുക്ക് നോക്കാം. തലശ്ശേരി മാഹി തലശ്ശേരി ടച്ച് ചെയ്യാതെ നേരെ നമ്മൾ മുഴപ്പിലങ്ങാട് പോയി എത്തും കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് വരെയാണ് നിലവിൽ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. 18.5 കിലോമീറ്ററാണ് ബൈപ്പാസിൻ്റെ മൊത്തത്തിൽ നീളം വരുന്നത്. ഇവിടെ ബൈപ്പാസിലേക്കുള്ളൊരു എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളിലുണ്ട് ഇതിലേക്കുള്ള എൻട്രിയും എക്സിറ്റും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതുപോലുള്ള റോഡാണ് വരാൻ പോകുന്നത്. ഇതുപോലെ എന്നല്ല, ചിലപ്പോൾ ഇതിലും മെച്ചപ്പെട്ട റോഡായിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ കരാറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ ഒരുപാടായതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളുണ്ടാവും. പക്ഷെ പുതിയത് അങ്ങനെയല്ല. പുതിയതിൻ്റെ കരാറ് കൊടുത്തത് 4-5 കൊല്ലം മുന്നേ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും ഉള്ള നല്ല റോഡായിരിക്കും ഉണ്ടാവും. ഇതിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കാണുന്നില്ല. എവിടെയും സ്ട്രീറ്റ് ലൈറ്റുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. നമ്മളെ പുതിയ ഹൈവേൻ്റെ വർക്കിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നുണ്ട്. മാഹി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്കൊരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഹിയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റേ റോഡിലോട്ട് കയറരുത്. അവിടെ ടോൾ ഫ്രീ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുകയാണ് വേണ്ടത്. ഒരു സൈഡിൽ 3 ലൈനും പിന്നെ ഒരു പാർക്കിംഗ് ബേ ആണുള്ളത്. ഇവിടെ സ്പീഡ് പറയുന്നത് ട്രക്ക് 60 കിലോമീറ്ററും മറ്റുള്ള വാഹനങ്ങളൊക്കെ 80 കിലോമീറ്ററുമാണ് സ്പീഡ് പറയുന്നത്. ആക്സിഡൻറ്റ്, ബ്രേക്ക് ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 1031 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതൊരു സിഗ്നൽ ജംഗ്ഷനാണ് കേട്ടോ. ഈ ബൈപ്പാസിൽ ആകെയുള്ളൊരു സിഗ്നൽ ജംഗ്ഷനാണ് ഈ കാണുന്നത്. പള്ളൂർ സ്പിന്നിങ് മിൽ ജംഗ്ഷനാണിത്. ഇവിടെ ഒരു സിഗ്നലുണ്ട്,
ഭാവിയിൽ ചിലപ്പം ഈ സിഗ്നൽ ഒഴിവാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന NHകളിൽ സിഗ്നലുകൾ പരമാവധി ഉണ്ടാകാൻ പാടില്ല എന്നാണ് NH അതോറിറ്റി പറയുന്നത്. തിരുവനന്തപുരം മുതൽ തുടങ്ങിയിട്ട് കാസർഗോഡ് വരെയുള്ളതിനകത്ത് ആകെ കൂടി NH66 ഒരേ ഒരു സിഗ്നൽ ഇപ്പോൾ നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. പണി വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലുള്ള ആളുകളുടെ പ്രക്ഷോഭം മൂലമാണ് ഇവിടെ താൽക്കാലികമായിട്ട് NH അതോറിറ്റി ഒരു സിഗ്നൽ സ്ഥാപിച്ചിട്ടുള്ളത്. 60-80 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ മുന്നിൽ പെട്ടെന്നൊരു സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് സ്പോട്ടായിട്ട് കണക്കാക്കിയിട്ട് ഈ സിഗ്നൽ എടുത്ത് ഒഴിവാക്കാനും ജംഗ്ഷൻ ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് താൽക്കാലികമായിട്ട് ഇവിടെ ഒരു സിഗ്നൽ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. അത് NH അതോറിറ്റിക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്നതാണ്. ഇവിടെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. ഇവിടെ സർവീസ് റോഡ് വരുന്നുണ്ട്. ടാറിങ് അത്ര ഒരു സുഖം പോരാ കേട്ടോ. ചില സ്ഥലത്തൊക്കെ ഒരുമാതിരി ജോയിൻ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സൂപ്പർ വ്യൂ ആണ്, സൂപ്പർ റോഡാണ്, ഒന്നും പറയാനില്ല. വണ്ടി എടുത്ത് നമുക്ക് ഇതിലോട്ട് പറക്കാം. വള്ളൂർ റൈറ്റ്, കണ്ണൂർ സ്ട്രൈറ്റ് പോവാം. വള്ളൂർ പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു എക്സിറ്റ് എടുക്കുക കേട്ടോ, റൈറ്റിലേക്ക്. കണ്ണൂർ വള്ളൂർ റൈറ്റിലേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്ക് എക്സിറ്റ് എടുത്തിട്ട് അണ്ടർപാസ് വഴി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് വള്ളൂർക്ക് പോകേണ്ടത്. NH66 ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല കേട്ടോ, അത് വലിയൊരു പോരായ്മയാണ്. അത് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാത്തത്. നമ്മളെ പുതിയ NHന്റെ വർക്ക് നടത്തുന്നിടത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിനുള്ള പോയിൻ്റൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ എന്താ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത അറിയില്ല. അതാണ് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും സമയമെടുത്ത് നിർമ്മിച്ച ഒരു NH ആയിരിക്കും ഈ മാഹി തലശ്ശേരി ബൈപ്പാസ് കേട്ടോ. കാരണം 1977 ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയതാണ്. പിന്നെ സ്ഥലമേറ്റെടുപ്പും പിന്നെ അതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേസുകളും കോടതിയൊക്കെ ആയിട്ട് ഒരുപാട് നീണ്ടുപോയൊരു ബൈപ്പാസാണിത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു സമയത്തെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഇവിടുത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. ഇനി ഭാവിയിൽ അത് ഫിറ്റാക്കിയാലും മതിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 45 മീറ്ററിലുള്ളൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ 3 ലൈനും മറ്റേ സൈഡിൽ 3 ലൈനുമാണ് വരുന്നത്. അതുകൂടാതെ ഒരു പാർക്കിംഗ് ലൈൻ വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലുള്ള ഡിവൈഡർ ഒരു അത്യാവശ്യം വീതിയുള്ള ഡിവൈഡർ ആണെങ്കിൽ മാത്രമേ അവിടെ ഈ ചെടികളും ചെറിയ മരങ്ങളും പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു ഭംഗിയുള്ളതാക്കാൻ പറ്റുള്ളൂ. ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ എതിർഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളുടെ ലൈറ്റും കാര്യങ്ങളും നമ്മളെ കണ്ണിലടിക്കാതിരിക്കാനും പിന്നെ അപകടങ്ങൾ കുറക്കാനൊക്കെ ആ ഡിവൈഡറിന് വീതി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ വീതി കുറഞ്ഞ ഹൈവേ ആയതുകൊണ്ട് തന്നെ ഡിവൈഡറിൻ്റെ വീതി പരമാവധി കുറച്ചിട്ടുണ്ട്. പിന്നെ ക്രാഷ് ബാരിയർ അതിൻ്റെയൊക്കെ വീതി പരമാവധി കുറച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് നമ്മുടെ ലൈനല്ല കേട്ടോ. നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലൈനാണ്. സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾ ലെഫ്റ്റ് ലൈനിലേക്ക് കൂടിയും പിന്നെ നല്ല സ്പീഡിൽ പോകുന്നത് സെൻട്രൽ ലൈനിലേക്ക് കൂടിയും പോകണം എന്നാണ്. ഓവർടേക്കിങ്ങിന് റൈറ്റ് സൈഡിലുള്ള ലൈനാണ് യൂസ് ചെയ്യുന്നത്. പെട്രോൾ അടിക്കേണ്ട വണ്ടികളൊക്കെ മാഹി വഴിയാണ് പോവുക. കാരണം മാഹിയിൽ പെട്രോളിന് 14 രൂപേൻ്റെ വ്യത്യാസമുണ്ട്, ഡീസലിനും ഉണ്ട് അതുപോലെ നല്ല വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ മാഹി വഴി കടന്നു പോകുന്ന വണ്ടികളൊക്കെ, ദൂരത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം മാഹിയിൽ നിന്നാണ് പെട്രോൾ അടിക്കുക, പെട്രോളും ഡീസലും. അപ്പോൾ ഈ ബൈപ്പാസ് വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റൂല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കൂടുതലും ബൈപ്പാസ് ടച്ച് ചെയ്യാതെ മാഹി വഴി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പിന്നെ ബൈപ്പാസിലേക്ക് കയറാനായിരിക്കും സാധ്യത. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ തിരക്ക് കുറവാണ്. ഓപ്പൺ ആക്കിയിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ, എല്ലാം കൊണ്ടും തിരക്ക് കുറവാണ്.
കണ്ണൂർ വിമാനത്താവളം റൈറ്റ്, മട്ടന്നൂരേക്കുള്ള റോഡാണ് കേട്ടോ. കണ്ണൂർ നേരെ. ഇവിടെ ഒരു എൻട്രിയും എക്സിറ്റും ഉണ്ട് കേട്ടോ. എക്സിറ്റ് ഉണ്ടോന്ന് അറിയില്ല, ഒരു എൻട്രി പോയിന്റ് കാണുന്നുണ്ട്. റോങ് കയറി വരുന്ന നോക്ക്. കണ്ണൂർ വിമാനത്താവളം. കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ലെഫ്റ്റ് എക്സിറ്റ് എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരിക്കും പോകാൻ പറ്റും. വീട്ടിൻ്റെ മുന്നിൽ കൂടിയുള്ള പോക്കറ്റ് റോഡിൽ കൂടി പോകുന്ന പോലെയാണ് പുള്ളി ഈ ബൈപ്പാസിലെ കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. 60, 80, 90 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് റോങ് സൈഡിൽ വണ്ടിയും കൊണ്ട് കയറി വരുന്നത്. ഇതുപോലെയുള്ള ആളുകൾ കാരണം മറ്റ് യാത്രക്കാർക്കും അപകടങ്ങൾ വരികയാണ് പതിവ്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം 2 വീലറും 3 വീലറും ബൈപ്പാസിൽ നിയന്ത്രിക്കുന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു. നമ്മളൊരു 70-75 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 80 പോകാൻ നിൽക്കുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ 2 സൈഡിലും സർവീസ് റോഡ് കൊടുത്തിട്ടുണ്ട്. കൊളശ്ശേരി എരഞ്ഞോളി റോഡ്. റോങ് സൈഡ് കയറി വരുന്നുണ്ടോ? വലിയ അബദ്ധമുള്ള പരിപാടിയാണ്. ടോൾ ഗേറ്റ് 1 കിലോമീറ്റർ. നിലവിലൂടെ ഒരു ചെറിയ ടോൾ ഗേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഹൈവേയുടെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ടോൾ ഗേറ്റ് ഒഴിവാക്കും. പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഒറ്റയൊരു ടോൾ എന്ന് പറഞ്ഞാൽ കല്യാശ്ശേരിയാണ് ടോൾ ഉള്ളത്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ ഇവിടെ താൽക്കാലികമായിട്ടൊരു ടോൾ ഗേറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ടോൾ ഗേറ്റ് 500 മീറ്റർ. ഇവിടെ 20 കിലോമീറ്റർ ചുറ്റാലുള്ളവർക്ക് പ്രത്യേക പാസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ പാസ് വെച്ചിട്ട് ഒരു മാസം മുഴുവനായിട്ട് പോകാൻ പറ്റും. ബാക്കിയുള്ള എല്ലാത്തിനും അത്യാവശ്യം നല്ല ടോളുണ്ട്. നമുക്കൊന്നും ടോളിൻ്റെ ആവശ്യമില്ല. നേരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ബൈക്കിനൊക്കെ ഡയറക്റ്റ് പോകട്ടോ. ഇതാണ് ടോൾ ഗേറ്റ് വരുന്നത്. ഇത് താൽക്കാലിക ടോൾ ഗേറ്റാണ്. ഹൈവേയുടെ വർക്ക് മുഴുവനായി കഴിഞ്ഞാൽ കല്യാശ്ശേരിയിൽ വലിയ ടോൾ ഗേറ്റ് പുതിയ വരുന്നുണ്ട്. ആ സമയത്ത് ഇത് പൊളിച്ച് കളയും. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ചെറിയ ജോലികൾ ഇപ്പോഴും ചെയ്യുന്നത് കാണാം. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഈ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻ്റ് അടിക്കാനും അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ലൈൻ മാത്രമുള്ള ടോൾ ഗേറ്റ് ആയതുകൊണ്ടും പിന്നെ ഫാസ്ടാഗിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടൊക്കെ ടോള് എടുക്കാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു 2 ദിവസങ്ങളിൽ. ഒരു എൻട്രി ഒരു എക്സിറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാണോ പാലം എന്നറിയില്ല. ഇതാണ് പാലം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. പാലം എന്ന് പറഞ്ഞത് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അതിൻ്റെ തൂണുകളൊക്കെ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയതായി ഉണ്ടാക്കിയെടുത്തതാണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായൊരു
ബൈപ്പാസാണ് ഈ മാഹി ബൈപ്പാസ്. എന്തായാലും കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക് വരുന്ന സമയത്ത് മാഹി തലശ്ശേരി വഴി വരുവാണെങ്കിൽ ആ മാഹി തലശ്ശേരി ഭാഗങ്ങൾ കടന്നു കിട്ടാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വേണ്ടതാണ്. ഈ ബൈപ്പാസ് വന്നതോടുകൂടി ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ സഞ്ചരിച്ചിരുന്ന ദൂരം ഇപ്പോൾ വെറും 18 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മലബാർ ജില്ലയിൽ ആദ്യമായി വരുന്ന ഒരു 6 വരി ഹൈവേ ആണ് മാഹി ബൈപ്പാസ്. അതുകൊണ്ട് തന്നെയാണ് ബൈപ്പാസ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്തത്. ഇത്രയും നാളത്തെ യാത്രാക്ലേശത്തിന് വലിയൊരു പരിഹാരമാകുന്നൊരു ബൈപ്പാസാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ ഇതിൻ്റേതായി മാത്രം എടുക്കാൻ താല്പര്യം കാണിച്ചത്. അങ്ങനെ മുഴപ്പിലങ്ങാട് എത്താറായി കേട്ടോ. 9:02 ഞാൻ ബൈപ്പാസിൽ കയറിയത്. 9:20 മുഴപ്പിലങ്ങാട് എത്തി. ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പുതിയ കരാറ് പ്രകാരമുള്ള ഹൈവേൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. ഇത് ബൈപ്പാസിൻ്റെ മാത്രം വീഡിയോ ആണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം മുതൽ മുംബൈ വരെ സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബായ്.